ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന വിഷയം ഹിപ്നോട്ടിസം ബാധിച്ച കുട്ടിയെ എങ്ങനെ ഇംപ്രൂവ്മെന്റ് ആക്കിക്കൊണ്ടുവരാം എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. അപ്പം നിങ്ങളെല്ലാവരും ശ്രദ്ധയോടെ ഇതൊന്ന് കേട്ടിരിക്കാം. അപ്പം ജീവിതത്തില് നമ്മൾ ആ കുട്ടികളെ ഇംപ്രൂവ്മെന്റ് ആക്കി കൊണ്ടുവരാൻ പറ്റും എന്നതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. കാരണം ഇന്ന് പല വഴികളും നമുക്കുണ്ട്. പല വഴികളും. ആദ്യത്തെ ഒരു കാലഘട്ടം എന്ന് വെച്ചാല് ഇങ്ങനെയുള്ള കുട്ടികളെ ട്രീറ്റ്മെന്റ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ഇവർക്ക് ചെയ്തു കൊടുക്കാനുള്ള സൗകര്യങ്ങളും അതിൻ്റെതായ വഴികളും ഇന്നില്ല. ഇന്നിപ്പോ പല വഴികളിലൂടെയും ഈ കുട്ടികളെ ഇംപ്രൂവ്മെന്റ് ആക്കി കൊണ്ടുവരാൻ പറ്റുന്ന വഴികളുണ്ട്. അത് നിങ്ങൾ അത് മനസ്സിലാക്കി ആ കുട്ടിക്ക് എന്താണോ ആവശ്യം അത് അതേപോലെ ചെയ്തു കൊടുക്കുമ്പോഴാണ് ആ കുട്ടിയുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുക. അപ്പൊ എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഈ കുട്ടിയെ ഇംപ്രൂവ്മെന്റ് ആക്കി എടുക്കാൻ സ്പീച്ച് തെറാപ്പിയിലൂടെ പറ്റും. സ്പീച്ച് തെറാപ്പി, അതിനുള്ള വഴികള് നമ്മളിപ്പോ പല തെറാപ്പി സെന്ററിലും പോയി കഴിഞ്ഞാൽ സംസാരിക്കാത്ത വ്യക്തി സംസാരിപ്പിക്കാനുള്ള വഴികളുണ്ട്. പല വഴികളുണ്ട്. അപ്പം എങ്ങനെ ഈ കുട്ടിയെ ഇംപ്രൂവ്മെന്റ് ആക്കി കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള ആ ഒരു വഴിയാണ്. ഞാൻ ഒരു സ്ഥാപനത്തിന്റെ ഇതിൽ പോയ സമയത്ത് അവിടെ റിസേബിൾ ഉള്ള കുട്ടികളുമുണ്ട്, ഹിപ്നോട്ടിസം ബാധിച്ച കുട്ടികളുണ്ട്, പല ആളുകളുണ്ട്. ഇവരെങ്ങനെ നമ്മളെ കാണുമ്പം സന്തോഷം പ്രകടിപ്പിക്കുക എന്ന് പറയാം. ഭയങ്കര ചിരിയാണ് ഇവർ ചിരിക്കുക. അപ്പൊ അതിലൂടെ സന്തോഷം അവര് സന്തോഷമാണ് പ്രകടിപ്പിക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതേപോലെ ഇവർക്ക് ഇഷ്ടമുള്ള ടോയ്സുകൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവിടെയും ഇവര് സന്തോഷിക്കും. അതേപോലെ ഇഷ്ടമുള്ള ചോക്ലേറ്റ്സുകൾ, അങ്ങനെ പല സാധനങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ഇംപ്രൂവ്മെന്റ് ആകുന്നത് അതിലൂടെ നമുക്ക് കാണാൻ കഴിയും. പിന്നെ അവരിങ്ങനെയുള്ള ഒരു കുട്ടിയാണ് എന്ന് കരുതിയിട്ട് അവരെ 4 ചുമരുകൾക്കുള്ളിൽ ഒതുക്കി നിർത്തല്ല ചെയ്യേണ്ടത്. അവരെ എല്ലാ കാഴ്ചകളും കാണിച്ച് ഇംപ്രൂവ്മെന്റ് ആക്കി കൊണ്ടുവരുമ്പോഴാണ് ആ കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാൽ നിങ്ങൾക്ക് തന്നെയാണ് അതിന്റെ ഉപകാരം ഉണ്ടാവുക. അപ്പം ഇപ്പം പല വഴികളും അതിലൂടെ ഉണ്ട്. പക്ഷെ പല മാതാപിതാക്കളും, ഇന്നലെ ഞാന് പറഞ്ഞു, പല മാതാപിതാക്കളും ഇന്ന് ഇങ്ങനെയുള്ള മക്കളെ കൊല്ലാനുള്ള വഴികൾ വരെ, എന്നിട്ട് അവരും ആത്മഹത്യ ചെയ്യും. എന്തിന്? 2 ജീവൻ പൊലിഞ്ഞു പോയിട്ട് എന്ത് ലഭിക്കാനാണ് ഈ സമൂഹത്തിന്? ഒന്നും ലഭിക്കൂല. നിങ്ങൾക്ക് പോയി, കാരണം ഒരു ജീവൻ നിലനിർത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്, അല്ലാണ്ട് ജീവൻ കളയാനല്ല. ഒരുപാട് ഇങ്ങനെയുള്ള കുട്ടികൾ ഉള്ള മാതാപിതാക്കളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ജീവിതം 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങി. കാരണം അവർക്കിപ്പോ സ്കൂളുകള് സംഭവങ്ങളൊക്കെ ഉണ്ട്.
ഈ തെറാപ്പി ചെയ്യുവാനും സ്കൂള് കാര്യങ്ങള്, സ്പീച്ച് തെറാപ്പി കൊടുക്കാനും സ്കൂള്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇപ്പൊ ഈ 4 ചുമരുകൾക്കുള്ളിൽ ഒതുക്കി നിർത്തുന്നതിന് പകരം ഈ സ്ഥാപനത്തിലൊക്കെ കൊണ്ടുപോയി, ഇനിയിപ്പൊ നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കില് ഈ രാവിലെ പോയി വൈകുന്നേരം തിരിച്ചു വരുന്ന ഒരു സിസ്റ്റത്തിലേക്കാണ്. അപ്പൊ ഈ കുട്ടിയുടെ ലൈഫിലും ഒരുപാട് മാറ്റം ഉണ്ടാവും, നിങ്ങൾക്കും ഒരു റിലാക്സ് കിട്ടും. അങ്ങനെയുള്ള അല്ലാതെ മറ്റുള്ള വഴികൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ജന്മം നൽകിയ കുട്ടികളെ നിങ്ങൾക്ക് നഷ്ടപ്പെടും. കാരണം നിങ്ങള് അതിന് ആത്മഹത്യ ചെയ്യുക, കുട്ടികളെ ഇല്ലാതാക്കുക, അതൊക്കെ ഏറ്റവും വലിയ തെറ്റാണ്. ഹിപ്നോട്ടിസം ബാധിച്ച കുട്ടികളെ നിങ്ങൾക്ക് പടച്ചറബ് തന്നു എന്ന് വിചാരിച്ച് ഇതൊരു പരീക്ഷണം ആയി കണക്കാക്കരുത്. അനുഗ്രഹം, ഞാൻ ഇന്നലെ പറഞ്ഞു, അനുഗ്രഹമാണ്. റബ്ബ് നിങ്ങളുടെ മേലിൽ ഒരനുഗ്രഹം വെച്ചിട്ടുണ്ടാവും. നിങ്ങള് നാളെ സ്വർഗത്തിന്റെ അവകാശികളായി മാറും. ഇങ്ങനെയുള്ള മക്കളുള്ള മാതാപിതാക്കള് നാളെ സ്വർഗത്തിന്റെ അവകാശികളാണ്. അത് പലർക്കും അറിയില്ല. അപ്പം അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇന്നിപ്പോതാ ഒരുപാട് ന്യൂസുകളും കാരണങ്ങളൊക്കെ കണ്ടത് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഞാൻ പറയുന്നത്. അത് ഇപ്പം ഇവിടെ അടുത്തൊരു ജില്ലയില്, മലപ്പുറം ജില്ലയില് നടന്ന ഒരു സംഭവമാണ്. ഡിസബിളുള്ള കുട്ടികളെ കൊല്ലുന്ന ഒരവസ്ഥ. എന്തിന്? നിങ്ങൾ ജന്മം നൽകി റബ്ബ് നിങ്ങൾക്ക് തന്ന ഒരു നിധിയാണ് നിങ്ങളുടെ മക്കള്. പക്ഷെ നിങ്ങൾ ഒരിക്കലും ആ ഒരു പ്രവൃത്തിയിലേക്ക് പോവരുത്. അവർക്ക് എന്താണോ ആഗ്രഹമുള്ളത് അത് നിങ്ങൾ സാധിപ്പിച്ചു കൊടുത്ത് അവരുടെ ഒരിക്കലും ഇതൊരു മാറാരോഗമല്ല. ഹിപ്നോട്ടിസം ഒരു മാറാരോഗമല്ല. അതിലൂടെ ഈ കുട്ടി ഇംപ്രൂവ്മെന്റ് ആക്കി കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. പക്ഷെ അതിന് കുറച്ചൊരു കഷ്ടപ്പാട് നിങ്ങൾ സഹിക്കണം. അല്ലാതെ ഈ കുട്ടിയെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീരാ ദുഃഖമല്ലാതെ വേറെ ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. പലരും പലതും പറയും. അത് അവരുടെ കണ്ണുകൊണ്ട് കാണുമ്പോഴാണ് നിങ്ങളുടെ മക്കൾക്ക് ഒരു കുറവായി തോന്നുന്നത്. അപ്പൊ ഈ പറയുന്ന ആളുകളോട് നിങ്ങൾ പറയേണ്ട ഒറ്റ ആൻസർ എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുമ്പോഴാണ് എൻ്റെ കുട്ടിക്ക് ഇങ്ങനൊരു പ്രയാസമുണ്ട് എന്നുള്ളത് മനസ്സിലാവുള്ളൂ. എൻ്റെ കണ്ണിൽ ഇവള് അല്ലെങ്കിൽ ഇവൻ എൻ്റെ കണ്ണിലെ കൃഷ്ണമണിയാണ്, എൻ്റെ മുത്തുമണിയാണ്. എനിക്ക് ഇവളെ കൊണ്ട് നടക്കുന്നതിന് ഒരു ഏതുമില്ല, അല്ലെങ്കിൽ ഇവനെ കൊണ്ട് നടക്കുന്നതിൽ എനിക്ക് ഒരു വിഷമവുമില്ല, എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പൊ ചില ആളുകള് പലതും നിങ്ങളെ പറയും, നിങ്ങൾക്ക് എങ്ങോട്ട് പോകാൻ കഴിയുന്നില്ലല്ലോ, ഇവനുള്ളത് കൊണ്ട് എവിടേക്കും പോകാൻ പറ്റുന്നില്ലല്ലോ, അല്ലെ ഇവളുള്ളത് കൊണ്ട് നിങ്ങൾക്ക് എവിടെയും യാത്ര പോവാൻ പോലും പറ്റാത്തൊരവസ്ഥയല്ലേ. അതിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനം. പക്ഷെ ഈ കുട്ടിയുള്ളതിന് നന്മ പല ആളുകളും തിരിച്ചറിയണില്ല. ഇപ്പതാ ഇവർക്കൊരു യാത്ര പോണമെങ്കിൽ ഇങ്ങനെയുള്ള കുട്ടികളുള്ള മാതാപിതാക്കള് സങ്കടപ്പെടുന്നുണ്ട്. പക്ഷെ എൻ്റെ കുട്ടിയെയും കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥലത്തേക്ക് എനിക്ക് പോയാൽ മതി. അല്ലെങ്കിൽ എനിക്ക്, കാരണം കുറച്ച് ഏജ് ഉള്ള ആളൊക്കെ ആണെങ്കിൽ, ഒട്ടും നടക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയും കൂടെ ആണെങ്കിൽ ആ വ്യക്തിയെ ചുമരിൽ ഏറ്റിക്കൊണ്ട് വേണം, എടുത്തിട്ട് വേണം പോവാൻ.
അപ്പൊ കുറച്ച് പ്രായമുള്ള മാതാപിതാക്കളൊക്കെ ആണെങ്കിൽ ഒരുപാട് പ്രയാസപ്പെടും. അപ്പം എന്നാലും എനിക്ക് കുഴപ്പമില്ല, എന്റെ കുട്ടിയെയും കൊണ്ട് ഞാൻ എല്ലായിടത്തും പോകും. അപ്പം കൊണ്ടുപോകുമ്പോ ഇവനെയും കൊണ്ട് ഇനി ഇടങ്ങാറായില്ല, അല്ലെ ഇവളെയും എന്തിന്? നമ്മളെ മക്കളാണ് നമ്മളുടെ റോസാപ്പൂക്കൾ. അതാണ് ജീവിതത്തിൽ എല്ലാവർക്കും ഇനി ഈ എന്താ പറയാ, ഈ ഒരു ചിന്താഗതി നിങ്ങൾക്കാർക്കും വരാൻ പാടില്ല. ഇങ്ങനെയുള്ള മക്കളെ ഇല്ലാതാക്കാനുള്ള ചിന്ത ആർക്കും വരാൻ പാടില്ല. വന്നതോ വന്നു, ഇനി വരാൻ പാടില്ല. അപ്പം ജീവിതത്തില് നമ്മൾ വിജയിക്കണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അള്ളാഹു തന്നൊരു അനുഗ്രഹമാണ് നമ്മുടെ മക്കള്. ഇന്നിപ്പം മക്കളില്ലാതെ കഷ്ടപ്പെടുന്നവര് എന്തോരാളുകളുണ്ട്. ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇന്നിപ്പോതാ സമൂഹത്തില് കൊല്ലുന്ന ഇതിറങ്ങിയിട്ടുണ്ട്. അപ്പം അവരെ ഒന്ന് ഇരുത്തി ചിന്തിച്ചു നോക്കും. നിങ്ങൾ ചിന്താഗതിയാണ് ഈ സമൂഹത്തിന്റെ ചിന്താഗതിയാണ് മാറേണ്ടത്. എനിക്ക് എന്റെ കുട്ടി വലുതാണ്, അല്ലെങ്കിൽ എനിക്ക് മറ്റുള്ള ആളുകൾ പറയുന്നത് എനിക്ക് നോക്കണ്ട, എനിക്ക് എന്റെ മോളാണ് വലുത്, അല്ലെങ്കിൽ എന്റെ മോനാണ് വലുത്. ഇത് മാറാരോഗമൊന്നുമല്ല. സ്പീച്ച് തെറാപ്പി കൊടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടിയെ ഇമ്പ്രൂവ്മെന്റ് പെട്ടെന്ന് ഓക്കെ ആയി വരൂല. പതുക്കെ ഈ കുട്ടിയെ ഓരോ കാര്യം സ്പീച്ചിലൂടെ നിങ്ങൾക്ക് മാറ്റി കൊണ്ടുവരാൻ പറ്റും. അത് നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാല് നിങ്ങൾ ആ കുട്ടിയെ, ഇപ്പം ഭക്ഷണം വാരി കഴിക്കാത്ത കുട്ടിയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് വാരി കൊടുക്കാതെ നിങ്ങൾക്ക് ആ കുട്ടി ഇമ്പ്രൂവ്മെന്റ് ആക്കി കൈക്ക് തെറാപ്പി കൊടുത്ത് സംസാരിക്കാൻ പറ്റാത്ത കുട്ടിയാണെങ്കിൽ അത് സംസാരിപ്പിക്കാനും എന്ത് ഒരു ഇതുള്ള കുട്ടിയാണ് എങ്കിൽ പോലും ആ കുട്ടി ഇമ്പ്രൂവ്മെന്റ് ആക്കി കൊണ്ടുവരാനും പഠിപ്പിക്കാനും പല ട്രെയിനിങ് സ്കൂളുകളും ഇന്ന് സമൂഹത്തിലുണ്ട്. അതിന് പകരം മാതാപിതാക്കള് ചെയ്യുന്ന പ്രവൃത്തിയാണ് കൊല്ലുന്നത്. ഏറ്റവും ശിക്ഷാർഹമായ ഒരു കാര്യമാണ്. എന്നിട്ട് അവരും ആത്മഹത്യ ചെയ്യുക. അതിലെന്തർത്ഥമാണുള്ളത്? നിങ്ങൾ തന്നെ പറയും. അതില് എന്തെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾ കാണുന്നുണ്ടോ? ഇല്ലല്ലോ. ആ പോയിന്റ് ഇങ്ങനെയുള്ള കുട്ടികളെ ഇല്ലാതാക്കിയിട്ട് ഒരിക്കലും നിങ്ങൾക്ക് സമാധാനത്തോടെ നിൽക്കാൻ പറ്റൂല. ഒരിക്കലും സമാധാനത്തോടെ നിൽക്കാൻ പറ്റില്ല. ഞാനൊരു അനുഭവം പറയട്ടെ. എന്റെ വീടിന്റെ അടുത്ത് ഇങ്ങനൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ ഉമ്മ വിചാരിച്ചത് ഈ കുട്ടി ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഈ കുട്ടി മരിച്ചാ മതിയായിരുന്നു എന്നാണ്. അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിച്ചു. ആദ്യം ആ കുട്ടി മരിച്ചു. അതിനുശേഷം ആ ഉമ്മയും മരണപ്പെട്ടു. ഒരിക്കലും എന്താ പറയാ, ആ കുട്ടിക്ക് സംസാരിക്കാൻ പറ്റും. എന്തോ ഒരു സൈസ് കളിയായിരുന്നു. ഹിപ്നോട്ടിസം
ബാധിച്ചത് തന്നെയായിരുന്നു. അപ്പൊ ഈ കുട്ടിക്ക് കാരണം അപ്പൊ ആ ഉമ്മ വിചാരിച്ചത് മറ്റുള്ള കാരണം ഒരിക്കലും, കാരണം ഇതിനൊക്കെ അന്ന് എന്ന് വെച്ചാൽ ഈ കുട്ടിയൊക്കെ ജനിച്ച സമയത്ത് ഇതിനുള്ള ഹോസ്പിറ്റലും കാര്യങ്ങളൊന്നുമില്ല. പണ്ടത്തെ ആളുകൾ വെച്ചാല് ഹോസ്പിറ്റലിലൊന്നും അങ്ങനെ കൊണ്ടുപോകുകയും മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യാത്ത ഒരു ഇതല്ലായിരുന്നു. ഇപ്പം അതങ്ങനെയല്ലല്ലോ. അതുകൊണ്ടാണ് കാര്യമായ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒന്നും കൊടുക്കാത്തത് കൊണ്ടാണ് ഈ കുട്ടി അത് ഇംപ്രൂവ്മെന്റ് ആയി വരാതിരുന്നത്. പിന്നെ ഈ കുട്ടിക്ക് അത് കൂടി അത് ഭയങ്കരമായിട്ട് റേഞ്ചർ പ്രശ്നത്തിലേക്ക് വന്നു. ആദ്യം തുടക്കത്തിൽ തന്നെ നിങ്ങൾ കേട്ടിട്ടില്ലേ, ഒരു കല്ല് കാലില് കുത്തുമ്പോൾ തുടക്കത്തിൽ തന്നെ എടുത്ത് മാറ്റിയിട്ടില്ലേ വീണ്ടും കുത്തുന്നു. അപ്പം അത് തുടക്കത്തിൽ തന്നെ ഓരോ ട്രീറ്റ്മെന്റും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാല് ഈ കുട്ടി ഇംപ്രൂവ്മെന്റ് ആയി വരൂലായിരുന്നു. അത് ഈ പാരന്റ്സ് ശ്രദ്ധിച്ചില്ല. ഒന്നാമത്തത് ഇങ്ങനെയുള്ള സജ്ജീകരണം ഒന്നില്ല. ഇപ്പത്തെ സമൂഹത്തിൽ അതല്ലല്ലോ. ഇപ്പത്തെ സമൂഹത്തിൽ അങ്ങനെയല്ല. അതുകൊണ്ട് ഇനിയെങ്കിലും ചിന്തിക്കുക. ഈ കുട്ടികളെ പല കാര്യങ്ങളിലൂടെയും ഇംപ്രൂവ്മെന്റ് ആക്കി കൊണ്ടുവരാൻ പറ്റും. അവർക്ക് ഇഷ്ടപ്പെട്ട ചോയ്സ് കാണിക്കുക, അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കാണിച്ച് അവരെ ഇംപ്രൂവ്മെന്റ് ആക്കി കൊണ്ടുവരാൻ വിചാരിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ടോയ്ലറ്റിൽ പോവാൻ പറയാത്ത കുട്ടികളാണെങ്കിൽ അതിനെ ആ കുട്ടിയെ ടോയ്ലറ്റിൽ പോവാൻ കാണിച്ചു കൊടുത്ത് ഓരോ സംഭവങ്ങൾ ട്രെയിനിങ് കൊടുത്ത് ആ കുട്ടിയെ ഇംപ്രൂവ്മെന്റ് ആക്കി നല്ലോണം ശ്രദ്ധിച്ച് ഇംപ്രൂവ്മെന്റ് ആക്കി കൊണ്ടുവന്നാല് ഈ കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരും. അപ്പം ലൈഫില് ഇത് ഹിപ്നോട്ടിസം മാറാത്തൊരു രോഗമല്ല. അതുമായി ബന്ധപ്പെട്ട് മൂന്നാമത്തെ ടോപ്പിക്കായിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പം കാരണം ലൈഫില് ഇത് മാറാത്തൊരു സംഭവേ അല്ല. ഹിപ്നോട്ടിസം മാറും. ഹിപ്നോട്ടിസം മാറാത്തൊരു അസുഖമേ അല്ല. അത് വിചാരിച്ച് നിങ്ങൾ ആരും ടെൻഷൻ ആവണ്ട. നിങ്ങളുടെ മക്കൾ ലൈഫിലേക്ക് തിരിച്ചു വരും. അതിന് നിങ്ങൾ തയ്യാറാവണം. അല്ലാതെ ഞാൻ തയ്യാറായിട്ട് കാര്യമില്ല. എനിക്കിങ്ങനെ പറഞ്ഞു തരാനേ സാധിക്കുള്ളൂ. അതിന് നിങ്ങൾ തയ്യാറാവണം. അതിന് ട്രെയിനിങ് കൊടുത്ത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഉഷാറാക്കി കൊണ്ടുവരണം. എന്നിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ എന്തായാലും ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. സ്പീച്ച് തെറാപ്പി കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാല് ഈ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് തീർച്ചയാണ്. ലൈഫിൽ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. അപ്പം ഇതൊക്കെ ജീവിതത്തിൽ പകർത്തുക. നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ മനസ്സോട് ചേർത്ത് പിടിക്കുക. ചേർത്ത് പിടിച്ചാൽ കഴിയാത്തതായിട്ട് ഒന്നുമില്ല. അപ്പൊ നിങ്ങളുടെ മക്കളെ നിങ്ങൾ നെഞ്ഞോട് ചേർത്ത് പിടിച്ച് എങ്ങനെയാണോ എൻ്റെ കുട്ടി ഇംപ്രൂവ്മെന്റ് ആവുക ആ രീതിയിലേക്ക് ഞാൻ നോക്കട്ടെ. എന്നാല് ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണല്ലോ, ഞാൻ ഒന്ന് നോക്കി നോക്കട്ടെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ
കാരണം അത് തോന്നണം നിങ്ങളുടെ മനസ്സിൽ. ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങളുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ഞാൻ ഓരോ വിഷയവും പറഞ്ഞു തരുമ്പം അത് നിങ്ങളുടെ ജീവിതത്തിലും പകർത്തി നിങ്ങളുടെ മക്കളിൽ ഇംപ്രൂവ്മെന്റ് ആക്കി കൊണ്ടുവരുമ്പോണ്ടല്ലോ മക്കളെ, എനിക്കുണ്ടാവുന്നൊരു സന്തോഷം അത് ചില്ലറയല്ല, ഒരുപാട് സന്തോഷമുണ്ട്. അത് നിങ്ങളെ അത് റെഡിയാക്കി കൊണ്ടുവരണം. ഒരിക്കലും ഇനിയത്തെ എന്താ പറയാ വികലാംഗ സംഘടന പിന്നെ ഇത് വരുന്ന സമയത്ത്, വികലാംഗ ദിനം വരുന്ന സമയത്ത് ഇനി ഒരു ന്യൂസ് വരാൻ പാടില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ ന്യൂസ് കേട്ടിട്ടുണ്ട്, നെഞ്ഞു പൊട്ടി. സത്യം പറഞ്ഞാല് എന്തിന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നതാണ്. ഇങ്ങനെയുള്ള കുട്ടികളെയും ഡിസബിൾ ഉള്ള കുട്ടികളെയും ഹിപ്നോട്ടിസം ബാധിച്ച കുട്ടികളെയും കൊല്ലുന്നു, മണ്ണെണ്ണ ഒഴിച്ച് കൊല്ലുക, പല രീതികളിലും കൊല്ലുന്ന അവസ്ഥ. എന്തിന്? പെടഞ്ഞു മരിക്കുന്നത് കാണാൻ അത്രയും ഇഷ്ടമാണോ നിങ്ങളുടെ മക്കള്? അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. എന്റെ മോളാണ്, എനിക്ക് എന്റെ മോളെ കൊണ്ട് നടക്കുന്നതിൽ എനിക്കൊരു കുഴപ്പമില്ല. അല്ല, എനിക്ക് എന്റെ മോനെ കൊണ്ട് നടക്കുന്നതിൽ എനിക്ക് ഒരു വിരോധവും ഇല്ല. ഒരുപാട് എനിക്ക് മറ്റുള്ളവര് പറയുന്നത് എനിക്ക് നോക്കണ്ട എന്നുള്ള ഒരു രീതിയിലേക്ക് നിങ്ങൾ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മൂന്നാം പാർട്ടുമായിട്ട് ഞാൻ വരും ഇൻഷാല്ലാ. അപ്പം ഓരോ സംഭവങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോ അത് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുമ്പം എനിക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഇതാണ്. അപ്പം അത് എല്ലാവരും ഞാൻ പറഞ്ഞതുപോലെയൊക്കെ ചെയ്യുക. കാര്യങ്ങള് നിങ്ങളുടെ ലൈഫിലും നിങ്ങളുടെ കുട്ടിയുടെ ലൈഫിലും ഒരുപാട് മാറ്റങ്ങള് നിങ്ങൾക്ക് വരുത്താൻ സാധിക്കും. ഇപ്പം ഒറ്റക്ക് കുളിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ അത് കുളിക്കാനുള്ള ട്രെയിനിങ് നിങ്ങൾ കൊടുക്കുക. കുറെയൊക്കെ നിങ്ങൾ കൊടുക്കാൻ സാധിക്കും. പിന്നെ അവരെ കൊണ്ട് സ്വയമായിട്ട് ഓരോ കാര്യങ്ങൾ ഇംപ്രൂവ്മെന്റ് ആക്കി ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവര് ചെയ്യുമ്പോ ഇന്ന ബുദ്ധിമുട്ടാവും എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോ നിങ്ങൾ വേഗം എളുപ്പം കഴിയട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ പെട്ടെന്ന് ചെയ്തു കൊടുക്കും. അതല്ല വേണ്ടത്. അവരെ കൊണ്ട് പതുക്കെ ട്രെയിൻ ചെയ്ത് അങ്ങനെ പതുക്കെ വന്നു കഴിഞ്ഞാൽ അതിന്റെ ട്രെയിനിങ് നിങ്ങൾ അവരുടെ അധ്യാപകരായി മാറിക്കഴിഞ്ഞാൽ ഇവരെ ഇംപ്രൂവ്മെന്റ് ആക്കി കൊണ്ടുവരവർ. ഇവിടെ നിങ്ങൾ അവരുടെ മാതാവല്ല, ഇവിടെ പിതാവല്ല, ഇവിടെ ഉപ്പയും ഉമ്മയും അല്ലെങ്കിൽ അച്ഛനും അമ്മയും എന്താവണം? അധ്യാപകനും അധ്യാപികയുമാവണം. എന്നാൽ എല്ലാ കാര്യങ്ങളും ഭംഗിയിലൂടെ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി മൂന്നാമത്തെ ഇതിന്റെ പാർട്ട് 3 ഇൻഷാ അല്ലാഹ് ഞാൻ വരുന്നതായിരിക്കും.